26ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ഇൻ അവർ കൺട്രി സഫർ ഫ്രം മാൽന്യൂട്രീഷൻ. എന്താണ് അതിൽ പറയുന്നത്? അതായത് നമ്മുടെ രാജ്യത്തെ കുറേ പേര്, അധികം പേര് എന്താണ് ശരിയായിട്ടുള്ള പോഷകാഹാരം കിട്ടാതെ സഫർ ചെയ്യുന്നുണ്ട്. Malnutrition affects the health of the children adversely as it results in physical and mental retardation. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? അതായത് മതിയായ രീതിയിലുള്ള പോഷകാഹാരങ്ങളുടെ കുറവ് കാരണം അത് കുട്ടികളെ നന്നായിട്ട് അവരുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ സ്ട്രെങ്ത്തിനെ അത് നന്നായിട്ട് ബാധിക്കുന്നുണ്ടെന്ന്. ജനറലി ദ ഗ്രോയിങ് ചിൽഡ്രൻ സഫർ ഫ്രം പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ. അപ്പോൾ എന്താണ് വളർന്നു വന്നിരിക്കുന്ന കുട്ടികളിൽ ഈ ഒരു പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ PM എന്ന് പറയും നമ്മളതിനെ. എന്താണ് PEM, പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷന് കണ്ടുവരുന്നുണ്ട്. അതിൻ്റെ അഭാവം കണ്ടുവരുന്നുണ്ട്. ആൻഡ് നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ ദ ഏജ് ഗ്രൂപ്പ് 1 to 5 years സഫർ ഫ്രം ദിസ് ഡിസീസ്. അപ്പോൾ എന്താണ് പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷന് 1 മുതൽ 5 വയസ്സ് വരെയുള്ള മിക്ക കുട്ടികളിലും കാണപ്പെടുന്നെന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ ചോദിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഡിസീസ്. ഡിസീസ് എന്നാൽ എന്തെന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ എന്താണ് എന്താണ് ഡിസീസ്? ഡിസീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, എ ഡിസീസ് ഈസ് എ മാൽ ഫങ്ഷൻ ഓഫ് ദ ബോഡി ദാറ്റ് ഡിസ്റ്റർബ്സ് നോർമൽ ഫങ്ഷൻസ്. എന്താണ്? ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. എ ഡിസീസ് ഈസ് എ മാൽ ഫങ്ഷൻ ഓഫ് ദ ബോഡി ദാറ്റ് ഡിസ്റ്റർബ്സ് നോർമൽ ഫങ്ഷൻ. അല്ലേ, നോർമൽ ഫങ്ഷനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു മാൽ ഫങ്ഷനാണ് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസീസിനെ നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിയും. ഇനി നെക്സ്റ്റ് വരുന്നത് രണ്ടാമത്തത്, റൈറ്റ് എനി 2 കോമൺ ഡിസീസ് ഓഫ് PM. അതായത് പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ്റെ കോമൺ ഡിസീസായിട്ട് വരുന്നത് നമ്മളുടെ കൺട്രിയിൽ ഒന്ന് വരുന്നത് മരാസ്മസ് എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? മരാസ്മസ് എന്താണ്? അതിൻ്റെ ആ ഒരു ഡിസീസിൻ്റെ എന്താണ് സിംറ്റംസ് കാര്യങ്ങളൊക്കെ വരുന്നത് എന്താണ്? വെയിറ്റ് ലോസ് ഉണ്ടാവും അല്ലേ? എന്താണ് വെയിറ്റ് ലോസിന് കാരണം? എന്താണ്? ലാക്ക് ഓഫ് ബോത്ത് പ്രോട്ടീൻ ആൻഡ് കലോറീസും പ്രോട്ടീൻസും കിട്ടാത്തൊരവസ്ഥയിൽ നമുക്ക് വെയിറ്റ് ലോസ്, നല്ല രീതിയിൽ നമ്മളുടെ ശരീരഭാരം കുറയുന്ന ആ ഒരു അവസ്ഥയെ നമ്മൾ മരാസ്മസ് എന്ന് പറയും. ഇതൊരു PM ഡിസീസാണ് കേട്ടോ. ഇനി ക്വാഷിയോർക്കറും നമ്മൾ കേട്ടിട്ടുണ്ടാവും. ദാറ്റ് ഈസ് കോസ്ഡ് ബൈ പ്രോട്ടീൻ ഡെഫിഷ്യൻസി. പ്രോട്ടീൻ്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ക്വാഷിയോർക്കർ എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ ക്വാഷിയോർക്കറുള്ള കുട്ടികളെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം, അവരുടെ ബെല്ലി അല്ലേ, വയറ് എങ്ങനെയൊക്കെ കുറച്ച് വലിയ സ്വോളനായിട്ടുള്ള വന്ന് വീർത്തെടുക്കുന്ന ഒരു വയറ് പോലെയായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഇതാണ് ഈ ക്വാഷിയോർക്കറും മരാസ്മസും ആണ് 2 തരത്തിലുള്ള പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ ഡിസീസായിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം, 27th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, a person has 47 chromosomes in his karyotype. He shows following symptoms in his lifetime. He has thick tongue, mental retardation and drooping face. അപ്പോൾ എന്താണ്? ഒരു പേഴ്സണിന് 47 ക്രോമസോംസ് കാണപ്പെടുന്നുണ്ട്. ഇറ്റ്സ് എ കാരിയോടൈപ്പ് ആൻഡ് ഹി ഷോസ് ദ ഫോളോയിങ് സിംറ്റംസ്. എന്താണ് അദ്ദേഹത്തിന് കാണിക്കുന്ന സിംറ്റംസ്? എന്താണ്? തിക്കായിട്ടുള്ള ടങ് ആയിരിക്കും, പിന്നെ മെൻ്റൽ റിട്ടാർഡേഷൻ ഉണ്ടാവും, മാനസികമായിട്ടൊരു വൈകല്യം വരുന്ന രീതിയിലാണ്, പിന്നെ ഡ്രൂപ്പിംഗ് ഫേസ് ആണ് അദ്ദേഹത്തിൻ്റെ വരുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, നെയിം ദ സിൻഡ്രം ഹി ഈസ് സഫറിങ് ഫ്രം. അപ്പോൾ അദ്ദേഹം അനുഭവിക്കുന്ന ആ ഒരു സിൻഡ്രത്തിൻ്റെ പേരെന്താണെന്നാണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ ഉള്ള സിൻഡ്രം എന്താണ്? ഇറ്റ്സ് എ ഡൗൺ സിൻഡ്രോം. നമുക്കറിയില്ല, ഡൗൺ സിൻഡ്രോം വന്ന് ആൾക്കാരെ കാണുമ്പോൾ പെട്ടെന്ന് അവരുടെ മുഖമൊക്കെ എന്താണ്, ഒരു ഡ്രൂപ്പിംഗ് ഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെയുള്ളൊരു ഫേസ് ആയിരിക്കും നമുക്ക് അവരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലേ. അപ്പം ആ ഒരു സിൻഡ്രം ആണ് ഇവിടെ വരുന്നത്, ഡൗൺ സിൻഡ്രോം എന്നാണ്. ട്രൈസോമി 21 എന്ന് പറയും. ആൻഡ് റൈറ്റ് ദ കാരിയോടൈപ്പ്, ദാറ്റ് ഈസ് നമ്പർ ഓഫ് ഓട്ടോസോംസ് ആൻഡ് സെക്സ് ക്രോമസോംസ് പ്രസൻറ്റ് ഇൻ ദാറ്റ് പേഴ്സൺ. അപ്പോൾ അദ്ദേഹത്തിലുള്ള കാരിയോടൈപ്പിനെ എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ എന്താണ് അദ്ദേഹത്തിൽ എന്താണുള്ളത്? 46 ഓട്ടോസോംസും പ്ലസ് 1 എക്സ്ട്രാ ക്രോമസോമുമാണ് അല്ലേ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഡൗൺ സിൻഡ്രോം വരുന്നത്. 1 എക്സ്ട്രാ ക്രോമസോം. ഓക്കെ, അപ്പോൾ ഹോൾ ടോട്ടൽ എത്രയാണ്? 47 ക്രോമസോം ഉണ്ടാവും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിനെ ട്രൈസമി 21 എന്നും കൂടെ പറയുന്നുണ്ട് കേട്ടോ, ഈ ഒരു സിൻഡ്രത്തിനെ. അപ്പം ഈ
പീപ്പിൾ വിത്ത് ഡൗൺ സിൻഡ്രോം ഉള്ള ആൾക്കാർക്ക് എന്താണ് എക്സ്ട്രാ ക്രോമസോം 21 ഉണ്ടാവും, ലീഡിങ് ടു മെൻ്റൽ റിട്ടാർഡേഷൻ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ഫേഷ്യൽ ഫീച്ചേഴ്സ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം 28ാമത്തെ ക്വസ്റ്റ്യന്. The above figure shows the enlargement of a gland in the throat region a person. Attempt any two. അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി, അതിൻ്റെ ആൻസർ എഴുതിയാൽ മതി. അപ്പം ഈ കൊടുത്തിരിക്കുന്ന ഫിഗർ നിങ്ങൾ നോക്കാം. ഈ ഒരു ഫിഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രോട്ടിൻ്റെ ചുറ്റുമായിട്ടുള്ള എന്തോ ഒരു സംഭവത്തിൻ്റെ എൻലാർജ്മെൻ്റ് ആണ് വരുന്നത്, ഏതൊരു ഗ്ലാൻഡിൻ്റെ. അപ്പോൾ ഈ താഴെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൽ ഏതാണെന്ന് നമുക്ക് നോക്കാം. നെയിം ദ ഗ്ലാൻഡ് ദാറ്റ് ഹാസ് ഗോട്ട് എൻലാർജ്ഡ്. ഇവിടെ വരുന്ന ഗ്ലാൻഡ്, എൻലാർജ് ചെയ്തിരിക്കുന്ന ഗ്ലാൻഡിൻ്റെ നെയിം എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം ത്രോട്ടിൻ്റെ ഇവിടെ ഉള്ളത് ഏതാണ്, തൈറോയ്ഡ് ഗ്രന്ഥിയാണ് അല്ലേ. അപ്പോൾ ഇവിടെ വരുന്നത് തൈറോയ്ഡാണ്. അപ്പോൾ അത് കിട്ടി, തൈറോയ്ഡ് എന്ന് നമുക്ക് എഴുതാം, തൈറോയിഡ്. ഓക്കെ അല്ലേ. ഇനി നെക്സ്റ്റ് ഏതാ ക്വസ്റ്റ്യൻ വരുന്നത്, ദാറ്റ് ഈസ് വാട്ട് ഡിസീസ് ഇസ് ദ പേഴ്സൺ സഫറിങ് ഫ്രം. അപ്പം ഈ ഒരു ഡിസീസിൻ്റെ പേരെന്താണെന്നാണ് പിന്നെ ചോദിക്കുന്നത്. അപ്പോൾ ഡിസീസിൻ്റെ പേരെന്താണ്, ദാറ്റ് ഈസ് ഗോയിറ്റർ. ഇങ്ങനെ തൈറോയ്ഡ് ഗ്രന്ഥി ഇങ്ങനെ എൻലാർജ് ചെയ്തിരിക്കുന്ന ആ ഒരു ത്രോട്ടിന് ചുറ്റും എൻലാർജ് ചെയ്തിരിക്കുന്ന ആ ഒരു ഡിസീസിൻ്റെ പേര് ഗോയിറ്റർ എന്നാണ്. ഓക്കെ അല്ലേ. ഇനി വാട്ട് ഈസ് ഇറ്റ് ഡ്യൂ ടു, എന്ത് കാരണം കൊണ്ടാണ് അത് വരുന്നത്, എന്തുകൊണ്ടാണ്, ഇറ്റ്സ് അയോഡിൻ ഡെഫിഷ്യൻസി അല്ലേ. അയോഡിൻ്റെ ഡെഫിഷ്യൻസി കുറവ് മൂലമാണ് നമുക്ക് ഗോയിറ്റർ വരുന്നത്. അപ്പോൾ അതും നമുക്ക് കിട്ടി. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് പ്രിവെൻറ്റീവ് മെഷേഴ്സ് വിൽ യു സജസ്റ്റ് സോ ദാറ്റ് അതർ പീപ്പിൾ ഡു നോട്ട് സഫർ ഫ്രം ദിസ് ഡിസീസ്. അപ്പം ഈ ഒരു ഡിസീസിൽ നിന്ന് മറ്റുള്ളവരെ മുക്തി നേടാൻ വേണ്ടിയിട്ട് നിങ്ങൾ നൽകുന്ന സജസ്റ്റ് ചെയ്യുന്ന നിർദ്ദേശങ്ങൾ എന്താണെന്നാണ് പറയുന്നത്. പ്രിവെൻഷന് വേണ്ടിയിട്ട് നമുക്ക് അയോഡൈസ്ഡ് സോൾട്ട് കൺസ്യൂം ചെയ്യാൻ ഉപയോഗിക്കാം, അയോഡൈസ്ഡ് ആയിട്ടുള്ള സോൾട്ട്, അതായത് ഉപ്പ്. പിന്നെ ആണെങ്കിൽ സീ ഫുഡ്, ലീഫി ഗ്രീൻസ് ഒക്കെ നമുക്ക് ഇതിൻ്റെ പ്രിവെൻഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും കഴിഞ്ഞു, പാർട്ട് ബി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ പാർട്ട് സിയിൽ വരുന്ന സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ച് കാര്യങ്ങൾ നമുക്ക് എഴുതുന്ന രീതിയിലേക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് സിയിൽ വരുന്നത്. അപ്പോൾ പാർട്ട് സി നമുക്ക് നോക്കാം. ഇതിൽ നോക്കൂ, റൈറ്റ് ദി ഫൈലം ഓഫ് 29ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, റൈറ്റ് ദി ഫൈലം ഓഫ് ഈച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഓർഗാനിസം ബിലോങ്സ് ടു. അപ്പോൾ എന്താണ്, താഴെ തന്നിരിക്കുന്ന ഓർഗാനിസത്തിൻ്റെ ഫൈലം എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് എർത്ത് വേം ആണ്. അപ്പോൾ എർത്ത് വേം ഏത് ഫൈലത്തിലാണ് ഉള്ളത്, ദറ്റ് ഈസ് എർത്ത് വേം വരുന്നത് അനലിഡയിലാണ് അല്ലേ വരുന്നത്. അപ്പം അത് അനലിഡയാണ്. ഷാർക്ക് ഏത് ഫൈലത്തിലാണ് വരുന്നത്, ഷാർക്ക് വരുന്നത് പ്ലാറ്റി ഹെൽമന്തസിലാണ് ഷാർക്ക് വരുന്നത്. പിന്നെ സ്റ്റാർ ഫിഷ് വരുന്നതോ, സ്റ്റാർ ഫിഷ് ഏതിലാണ്, സോറി മാറിപ്പോയിട്ടോ, ഷാർക്ക് വരുന്നത് കോർഡേറ്റയിലാണ് അല്ലേ. ഷാർക്കിന് ഒരു വ്യക്തമായിട്ടുള്ള ഇതുണ്ട് അല്ലേ, വെർട്ടിബിൾ കോളൻ അതൊക്കെ ഉണ്ട്. അപ്പോൾ കോർഡേറ്റയിലാണ് വരുന്നത് ഷാർക്ക്. സ്റ്റാർ ഫിഷ് ഏതിലാണ് വരുന്നത്, പ്ലാറ്റി ഹെൽമന്തസിൽ. ഇനിയിപ്പോൾ സ്പൈഡറോ, സ്പൈഡർ ഏതാണ് വരുന്നത്, ദറ്റ് ഈസ് ആർത്രോപോഡയിലാണ് സ്പൈഡർ വരുന്നത്. അപ്പം എർത്ത് വേം ഏതിലാണ് വരുന്നത്, അനലിഡയിൽ. സ്റ്റാർ ഫിഷ്, ഷാർക്ക് വരുന്നത് കോർഡേറ്റയിൽ, സ്റ്റാർ ഫിഷ് വരുന്നത് പ്ലാറ്റി ഹെൽമന്തസ് ആൻഡ് സ്പൈഡർ ആർത്രോപോഡ, ഫൈലം ആർത്രോപോഡയിലാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഗിവ് ദി ടെക്നിക്കൽ ടേം ഫോർ ദ ഫോളോയിങ്. താഴെ തന്നിരിക്കുന്നതിൻ്റെ ടെക്നിക്കൽ ടേംസ് എഴുതാൻ വേണ്ടിയിട്ടാണ്. പ്ലാന്റ് ടിഷ്യൂ ഹാവിങ് എ സിംഗുലർ സെല്ല്. എന്താണ്, സിംഗുലർ സെല്ല് മാത്രമല്ല പ്ലാന്റ് ടിഷ്യൂവിൻ്റെ പേര് എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സിംഗുലർ സെല്ലുള്ള പ്ലാന്റ് ടിഷ്യൂ ഏതാണ്, ദറ്റ് സിമ്പിൾ ടിഷ്യൂ ആണ് അല്ലേ, സിംഗുലർ സെല്ലുള്ള പ്ലാന്റ് ടിഷ്യൂ. അപ്പോൾ അത് കിട്ടി. പ്ലാന്റ് ടിഷ്യൂസ് വിച്ച് ഡു നോട്ട് ഡിവൈഡ് എനിമോർ. ഇപ്പോൾ ഡിവൈഡ് ചെയ്യാത്ത പ്ലാന്റ് ടിഷ്യൂസിനെ നമ്മൾ എന്താ പറയുന്നത്, പാരൻകൈമാറ്റസ് ടിഷ്യൂസ് ആണ് അല്ലേ. ഈ ഒരു പാരൻകൈമാറ്റിക് ടിഷ്യൂസ് എന്താണ്, ഡു നോട്ട് ഡിവൈഡ് എനിമോർ. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാന്നുണ്ടെങ്കിൽ, വൈ സയനോബാക്ടീരിയ ഈസ് ഇൻക്ലൂഡഡ് ഇൻ മൊനീറ. എന്തുകൊണ്ടാണ് സയനോബാക്ടീരിയ മൊനീറയിൽ ഉൾപ്പെടുന്നത്, എന്തുകൊണ്ടാണ്, ദറ്റ് ഈസ് ദേ ആർ ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയാസ് അല്ലേ. ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ ആണല്ലോ സയനോബാക്ടീരിയ, അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗി എന്ന് നമ്മൾ അതിനെ പറയും. ബട്ട് ദേ ആർ പ്ലേസ്ഡ് അണ്ടർ കിങ്ഡം മൊനീറ. പക്ഷെ എന്നിരുന്നു കഴിഞ്ഞാലും ഇവർ
കിങ്ഡം മൊനീറയിലാണ് വരുന്നത്. എന്തുകൊണ്ടാണ്? ദാറ്റ് ഈസ് ബിക്കോസ് ഇവർ യൂണിസെല്ലുലാർ ആണ്. അതുകൊണ്ട് തന്നെ ഇവർ പ്രോകാരിയോട്ടിക് ഫീച്ചേഴ്സാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. പ്രോകാരിയോട്ടിക് ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഇല്ലാത്തതിനാണ് നമ്മൾ പ്രോകാരിയോട്ടിക് വരുന്നത്, ഓർഗാനിസത്തിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു സയനോബാക്ടീരിയ പ്രോകാരിയോട്ടിക്കിൽ ആണ് വരുന്നത്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. ആൻജിയോസ്പേംസ് ആർ ഈദർ മോണോകോട്ട്സ് ഓർ ഡൈകോട്ട്സ്. സ്റ്റേറ്റ് എനി 4 ഡിഫറൻസ് ബിറ്റ്വീൻ ദം. അപ്പം എന്താണ് ഇവിടെ വരുന്നത്? 31ാമത്തെ ക്വസ്റ്റ്യനിൽ ഈദർ മോണോകോട്ട്സ് ഓർ ഡൈകോട്ട്സ്. സ്റ്റേറ്റ് എനി 4 ഡിഫറൻസ് ബിറ്റ്വീൻ ദം. അപ്പം ഈ ഒരു മോണോകോട്ടും ഡൈകോട്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അറിയേണ്ടത്. അപ്പോൾ അതാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഡിഫറൻസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് മോണോകോട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൈലം വെസൽസ് അല്ലേ, റൂട്ട്സിലുള്ള സൈലം വെസൽസ് എന്താണ്? ടുവേർഡ്സ് പെരിഫറീൻ്റെ അടുത്തേക്കായിട്ടാണ്. പിന്നെ ഡൈകോട്ട്സിലാണെങ്കിൽ അത് ദാറ്റ് ഈസ് പിറ്റ് നിയർ ആണ്. ഓക്കെ. പിന്നെ സ്കാറ്റേർഡ് ആയിട്ടുള്ള വാസ്കുലാർ ബണ്ടിൽസ് ആണ് സ്റ്റെമ്മിൽ കാണപ്പെടുന്നത്. ഇവിടെ ഡൈകോട്ട്സിൽ എന്താണ് കാണപ്പെടുന്നത്? വാസ്കുലാർ ബണ്ടിൽസ് അറേഞ്ച്ഡ് ഇൻ എ റിങ് അല്ലേ, റിങ് ഷേപ്പിലായിരിക്കും എന്താണ് സ്റ്റെമ്മിൽ വാസ്കുലാർ ബണ്ടിൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി മോണോകോട്ടിൻ്റെ കേസിൽ എന്താണ്? പാരലൽ വീനേഷൻ ഇൻ ലീവ്സ് അല്ലേ, ലീവ്സിൽ പാരലൽ വീനേഷനിലാണ്. ഡൈകോട്ട്സിൽ അത് റെറ്റിക്കുലേറ്റ് വീനേഷൻ ആണ് അല്ലേ. ഇനിയിപ്പോൾ ഫ്ലവേഴ്സ്, രണ്ടിലെ ഫ്ലവേഴ്സ് എങ്ങനെയാണ്? മോണോകോട്ടിലെ ഫ്ലവേഴ്സ് ആണെങ്കിൽ ട്രൈമറസ് ഫ്ലവേഴ്സും ഡൈകോട്ട്സിലാണെങ്കിൽ ഫ്ലവർ പെൻറ്റാമറസും ആയിരിക്കും. അങ്ങനെ 4 എണ്ണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് 31ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു. ആൻജിയോസ്പെർമ് പറഞ്ഞു, അതിൻ്റെ ആൻജിയോസ്പെർമിൽ മോണോകോട്ട്സ് ഡൈകോട്ട്സിനെ കുറിച്ച് പറഞ്ഞു 4 ഡിഫറൻസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ബിൽഡ് എ ഫുഡ് ചെയിൻ ഷോയിങ് 1 പ്രൊഡ്യൂസർ ആൻഡ് 3 കൺസ്യൂമേഴ്സ്. വാട്ട് വിൽ ബി ദ ട്രോപ്പിക് ലെവൽ ഓഫ് ദി ഫൈനൽ കൺസ്യൂമർ ഓഫ് ദിസ് ഫുഡ് ചെയിൻ. അപ്പം ഒരു ഫുഡ് ചെയിൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഫുഡ് ചെയിൻ എല്ലാവർക്കും അറിയില്ലേ, നമ്മൾ ചെറിയ ക്ലാസ്സിലെ പഠിക്കുന്നതാണല്ലേ ഫുഡ് ചെയിൻ. അപ്പം അതിൽ ഫസ്റ്റ് പ്രൊഡ്യൂസർ ആയിരിക്കണം, പിന്നെ 3 കൺസ്യൂമേഴ്സ്. ഏറ്റവും ബേസിക് ലെവലായിട്ടുള്ള ഫുഡ് ചെയിന് നമുക്കറിയാം. ആദ്യം എന്താണ് വരുന്നത്? ബേസിക് ലെവലിലുള്ള ഫുഡ് ചെയിനിൽ ഗ്രാസ് വരും. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതല്ലേ, പ്രൊഡ്യൂസർ അല്ലേ ഗ്രാസ് വരുന്നത്. ഇനി അതിനെ കൺസ്യൂം ചെയ്യുന്ന ആൾക്കാർ ആരാണ്? ഗ്രാസിനെ കൺസ്യൂം ചെയ്യുന്നത് ഗ്രാസ് ഹോപ്പർ അല്ലേ. ഗ്രാസ് ഹോപ്പറിനെ ആരാണ് കൺസ്യൂം ചെയ്യുന്നത്? ഫ്രോഗ് കൺസ്യൂം ചെയ്യും അല്ലേ. ഗ്രാസ് ഹോപ്പറിനെ ആര് തിന്നും? ഫ്രോഗ് തിന്നുന്നുണ്ട് അല്ലേ. ഫ്രോഗിനെ ആര്? സ്നേക്ക് തിന്നുന്നുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞ അതേ കണ്ടീഷനിൽ നമുക്കിവിടെ കിട്ടി. ആദ്യം വരുന്നത് ഗ്രാസ് പ്രൊഡ്യൂസർ, പിന്നെ 3 കൺസ്യൂമേഴ്സിനെ നമ്മൾ കൊടുത്തു അല്ലേ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനും അത് തന്നെയാണ്. ബിൽഡ് എ ഫുഡ് ചെയിൻ ഷോയിങ് 1 പ്രൊഡ്യൂസർ ആൻഡ് 3 കൺസ്യൂമേഴ്സ്. ഓക്കെ, സെറ്റാണ്, നമ്മൾ അത് തന്നെ കൊടുത്തു. വാട്ട് വിൽ ബി ദ ട്രോപ്പിക് ലെവൽ ഓഫ് ദി ഫൈനൽ കൺസ്യൂമർ ഓഫ് ദിസ് ഫുഡ് ചെയിൻ. അപ്പോൾ എന്താണ് ട്രോപ്പിക് ലെവല്? അവസാനം വരുന്ന കൺസ്യൂമറിൻ്റെ ട്രോപ്പിക് ലെവൽ എന്താണെന്ന്. അപ്പോൾ ഇത് എത്രാമത്തെ ലെവലിലാണ്? ഇത് ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ, തേർഡ് ലെവൽ, 4th. അപ്പോൾ 4th ട്രോപ്പിക് ലെവലിലാണ് നമ്മുടെ ഈ ഒരു സ്നേക്ക് എടുക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 33 ആണ് ക്വസ്റ്റ്യൻ വരുന്നത്. Which are the 2 factors according to you that justify the need for family planning in our country? അപ്പം 2 ഫാക്ടേഴ്സ് എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ വ്യൂ പോയിന്റിൽ ഫാമിലി പ്ലാനിങ്ങിന് വേണ്ടിയിട്ട്, നമ്മുടെ കൺട്രിയിലുള്ള ഫാമിലി പ്ലാനിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഫാമിലി പ്ലാനിങ് നടത്തേണ്ടതായിട്ട് വരുന്ന സാഹചര്യങ്ങൾ, അതിൻ്റെ റീസൺ എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഒന്ന് നമുക്ക് എന്ത് എഴുതാം? ഓവർ പോപ്പുലേഷൻ അല്ലേ. ഒന്ന് ഓവർ പോപ്പുലേഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തിന് പറ്റാതാകുന്നുണ്ട്? ഇറ്റ്സ് കോസസ് ദ ഫുഡ് ആൻഡ് റിസോഴ്സ് ഷോർട്ടേജ് അല്ലേ. കൂടുതൽ ആൾക്കാർ വരുമ്പോൾ നമുക്ക് ഫുഡിൻ്റെ ലഭ്യത കുറയും അല്ലേ, കൂടുതൽ പേര് അത് യൂസ് ചെയ്യുന്നല്ലേ, അതുകൊണ്ട്. പിന്നെ രണ്ടാമത്തെ കണ്ടീഷൻ നമുക്ക് എന്ത് എഴുതാം? സ്മോളർ ഫാമിലീസ്, അത് ബെറ്റർ എഡ്യൂക്കേഷനും ഹെൽത്ത് കെയറും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫോർ ചിൽഡ്രൻസ്. അപ്പോൾ ഇത്രയും 2 കാര്യങ്ങൾ എഴുതിയാലും മതി.
ഇനി അതിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അണ്ടർ വാട്ട് കണ്ടീഷൻ ഡു പോപ്പുലേഷൻസ് ബിക്കം ജെ ഷേപ്ഡ് ആൻഡ് എസ് ഷേപ്ഡ്? അപ്പോൾ എന്താണ് പോപ്പുലേഷൻ്റെ കേസിൽ ഏത് കണ്ടീഷനിലാണ് അത് ജെ ഷേപ്ഡ് ആവുന്നത്, എസ് ഷേപ്ഡ് ആവുന്നത് ഏത് കണ്ടീഷനിലാണ്? അപ്പോൾ ജെ ഷേപ്ഡ് ആയിക്കഴിഞ്ഞാൽ എന്താണ് നമുക്ക് പറയുന്നത്? ഇതിനെക്കുറിച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, പോപ്പുലേഷനെ കുറിച്ചിട്ട് ഒരു ചാപ്റ്ററിൽ വരുന്നുണ്ടല്ലോ. അപ്പോൾ ജെ ഷേപ്ഡ് പോപ്പുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സോഴ്സസ് അല്ലേ, അല്ലെങ്കിൽ ഗ്രോത്ത്, അത് അതിൻ്റെ റിസോഴ്സസ് അബണ്ടൻ്റ് ആയിട്ട് വരുമ്പോൾ, അപ്പോൾ ഇവിടെ വരുന്നത് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആണ് വരുന്നത് അല്ലേ. കൂടുതലുള്ള ഗ്രോത്ത് എക്സ്പോണൻഷ്യൽ ആയിട്ട് വരുന്നതിനാണ് ജെ ഷേപ്ഡ് ഗ്രോത്ത് മീൻ ചെയ്യുന്നത്. ഓക്കെ. ഇനി സെക്കൻഡ് എന്താ വരുന്നത്? എസ് ഷേപ്ഡ് ഗ്രോത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദറ്റ് ഈസ് ഇറ്റ്സ് ഡ്യൂ ടു ദി വൺ പോപ്പുലേഷൻ സ്റ്റെബിലൈസസ് ഡ്യൂ ടു ലിമിറ്റഡ് റിസോഴ്സസ് അല്ലേ. എങ്ങനെയാണ് എസ് ഷേപ്ഡ് ഗ്രോത്ത് വരുന്നത്? പോപ്പുലേഷൻ സ്റ്റെബിലൈസ് ചെയ്യും, അതോടെ തന്നെ ലിമിറ്റഡ് റിസോഴ്സസും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതാണ് ജെ ഷേപ്ഡും എസ് ഷേപ്ഡ് പോപ്പുലേഷൻസ്. ഓക്കെ. ഇനി നെക്സ്റ്റ് അതിൻ്റെ ഓർക്കേഷൻസ് നോക്കാം. റൈറ്റ് ഇൻ ദ കറക്റ്റ് സീക്വൻസ് ദി ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ ഓഫ് ലൈഫ് സ്റ്റാർട്ടിങ് ഫ്രം ജീൻസ് അപ് ടു ബയോസ്ഫിയർ. അപ്പോൾ എന്താണ് നെക്സ്റ്റ് എഴുതാൻ പറഞ്ഞത്? ഒന്നെങ്കിൽ ഈ ഒരു ജെ ഷേപ്ഡ് അല്ലെങ്കിൽ എസ് ഷേപ്പിനെ കുറിച്ചിട്ട് എഴുതാം, അല്ലെങ്കിൽ നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ ആണ്. എവിടെ നിന്നാണ്? ജീൻ മുതൽ ബയോസ്ഫിയറുള്ള ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് നമ്മൾ അന്നേരം എന്ത് എഴുതണം? ജീൻ എന്ന് തുടങ്ങണം. ജീൻ എന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ജീന് പിന്നെ അവസാനിക്കുന്നത് എന്താ? സെല്ലായിട്ട് മാറുന്നുണ്ട് അല്ലേ. കുറേ സെൽസ് കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഓർഗൻസ് ആയിട്ട് മാറുന്നുണ്ട് അല്ലേ, പലതരത്തിലുള്ള ഓർഗൻസ് എല്ലാം കൂടിയിട്ടാണ് നമ്മളൊരു ഓർഗാനിസം ആയിട്ട് മാറുന്നത് അല്ലേ. അപ്പം ഈ ഓർഗാനിസം എല്ലാം കൂടെ എന്താണ്? ഒരു പോപ്പുലേഷനായിട്ട് മാറുന്നുണ്ട്. ഇനി കുറേ പോപ്പുലേഷൻ കൂടിക്കഴിഞ്ഞാൽ അതൊരു കമ്മ്യൂണിറ്റി അല്ലേ, ഇതൊരു സമൂഹമായിട്ട് മാറുന്നുണ്ട്, ഒരു കമ്മ്യൂണിറ്റി. ഇനി കമ്മ്യൂണിറ്റി എന്താണ്? ഒരു എക്കോസിസ്റ്റം ആയിട്ടാണ് മാറുന്നത് അല്ലേ. ഇനി ഈ ഒരു എക്കോസിസ്റ്റം ബയോം ആയിട്ടാണ് മാറുന്നത്. ബയോം എന്താണ്? ഒരു ബയോസ്ഫിയർ ആയിട്ട് മാറുന്നു. അപ്പം നമ്മൾ ഇവരുടെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ സാധിച്ചു കൊടുത്തിട്ടുണ്ട്, ജീൻ മുതൽ ബയോസ്ഫിയർ വരെ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്? സെൽസ് ഉണ്ട്, ഓർഗൻസ് ഉണ്ട്, ഓർഗൻ സിസ്റ്റം ഉണ്ട്, പോപ്പുലേഷൻ, കമ്മ്യൂണിറ്റി, എക്കോസിസ്റ്റം, ബയോം. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫ്ലോ ചാർട്ട് രൂപേണ ഇവിടെ 34ാമത്തെ ക്വസ്റ്റ്യനിൽ എഴുതേണ്ടത്. ഇനി 35ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. വാട്ട് ആർ ദ 2 specific immune responses we develop in our body when we are infected? അപ്പം നമ്മുടെ നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ പിടിപെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഇമ്മ്യൂൺ റെസ്പോൺസ്, 2 സ്പെസിഫിക് ഇമ്മ്യൂൺ റെസ്പോൺസിനെ കുറിച്ചിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഒന്ന് ഏതാണ് വരുന്നത്? ഹ്യൂമോറൽ ഇമ്മ്യൂണിറ്റി ആണ് അല്ലേ. പാത്തോജൻസ്, ബ്ലഡിൽ ഉണ്ടാകുന്ന പാത്തോജൻസിനെതിരെ ആൻറ്റിബോഡി ഫൈറ്റ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഹ്യൂമോറൽ ഇമ്മ്യൂണിറ്റി ആണ്. അതായത് നമ്മുടെ ബ്ലഡിലുള്ള ആൻറ്റിബോഡീസ് എന്തുമായിട്ട്? ബ്ലഡിൽ കലരുന്ന പാത്തോജൻസുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്, അതിനെയാണ് ഹ്യൂമോറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയൽ. പിന്നെ രണ്ടാമത് വരുന്ന ഒരു കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ആണ്. അതായത് എന്താണ്? രണ്ടാമത്തേൽ ടി സെൽസ് ഉണ്ടല്ലോ, ടി സെൽസിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? അപ്പോൾ ടി സെൽസ് നമ്മുടെ ഇൻഫെക്റ്റഡ് സെൽസിനെ കിൽ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാം? സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ 2 തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പം പറഞ്ഞു, 2 തരത്തിലുള്ള ഇമ്മ്യൂൺ റെസ്പോൺസ് നമ്മളിവിടെ പറഞ്ഞു. ഓക്കെ അല്ലേ? ഇനി അതിൻ്റെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. വിച്ച് ടൈപ്പ് ഓഫ് സെൽസ് ആർ ഇൻവോൾവ്ഡ് ഇൻ ഈച്ച് ടൈപ്പ്? എക്സ്പ്ലെയിൻ വിത്ത് ആൻ എക്സാമ്പിൾ ഓഫ് ഈച്ച്. അപ്പം ഈ ഏത് ടൈപ്പ് ഓഫ് സെൽസ് ആണ് ഈ 2 കേസിൽ ഉൾപ്പെടുന്നത്, അതിന് ഓരോ എക്സാമ്പിൾ വെച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതിലുള്ള എന്താണ് സെൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി സെൽസ് ആണ്, ബി ആൻഡ് ടി സെൽസ് ആണ് കേട്ടോ. ദാറ്റ് ഈസ് ഒന്ന് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ടി സെൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽ മീഡിയേറ്റ് ഇമ്മ്യൂണിറ്റി. ഏതാണ്? ടി സെൽസും ബി സെൽസും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം.
ഫ്രം ദി diagram above, mention factors A which increase density and B those that decrease density. അപ്പോൾ എന്താണ് മുകളിൽ തന്നിരിക്കുന്ന ആ ഒരു ഡയഗ്രത്തിൽ നിന്ന് ഫാക്ടേഴ്സിനെ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്നതും ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യുന്നതും ഏതാണ്? ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് ഏതാണ്? അല്ലെങ്കിൽ പോപ്പുലേഷൻ, ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നത് എപ്പോഴാണ്? ബർത്ത് റേറ്റും ആൻഡ് ദി ഇമ്മിഗ്രേഷനും വരുമ്പോഴാണ് അല്ലേ? ഇമ്മിഗ്രേഷന് വരുമ്പോഴാണ് നമ്മുടെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ നടക്കുന്നത് അല്ലേ? ഇനി ദറ്റ് ഈസ് നെറ്റാലിറ്റി ആൻഡ് ഇമ്മിഗ്രേഷൻ, ഡെൻസിറ്റി പോപ്പുലേഷൻ. ഇനി ഡിക്രീസ് ചെയ്യുന്നത് എപ്പോഴാണ്? ഡെത്ത് റേറ്റ്, മോർട്ടാലിറ്റി എന്ന് പറയും നമ്മൾ. ഡെത്ത് റേറ്റ് ആൻഡ് എമിഗ്രേഷനും കൂടുമ്പോഴാണ് നമുക്കത് ഡിക്രീസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇൻക്രീസ് ചെയ്യുന്നത് നെറ്റാലിറ്റി ആൻഡ് ഇമ്മിഗ്രേഷൻ, ആൻഡ് അതിനെ ഡിക്രീസ് ചെയ്യുന്നത് എന്താണ്? മോർട്ടാലിറ്റി ആൻഡ് എമിഗ്രേഷൻ ആയിരിക്കും. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം 37ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് പാർട്ട് ഓഫ് ദി ഇയർ ഈസ് ഇൻവോൾവ്ഡ് വെൻ എ ജിംനാസ്റ്റ് പെർഫോംസ് ബാലൻസിങ് ഫീറ്റ്സ്? അപ്പം എന്താണ്, ഒരു ജിംനാസ്റ്റ് അയാളുടെ കാലുകളിൽ ബാലൻസ് ചെയ്ത് നിൽക്കൂല അല്ലേ? ബാലൻസ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ ഇയറിൻ്റെ ഏത് പാർട്ടാണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ ഏത് പാർട്ടാണ് വരുന്നത്? ദാറ്റ് ഈസ് വെസ്റ്റിബുലാർ അപ്പാരറ്റസ് ആണ് അല്ലേ? അപ്പം നമുക്ക് വെസ്റ്റിബുലാർ അപ്പാരറ്റസ് ആണ് നമ്മുടെ ഇയറിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പം എന്താണ് നമ്മുടെ ബാലൻസ് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ആ ഒരു ഇയറിലുള്ള വെസ്റ്റിബുലാർ അപ്പാരറ്റസ് ആണ് ഇൻ ദി ഇയർ. ഓക്കെ. ഇനി ബി വരുന്നത്, സപ്പോസ് യു ആർ സ്റ്റക്ക് ഇൻ ദി ട്രാഫിക് ആൻഡ് ഹാവ് ദ ഫീലിംഗ് ഓഫ് യൂറിനേഷൻ. വിച്ച് പാർട്ട് ഓഫ് ദ നെർവസ് സിസ്റ്റം ഡു യു തിങ്ക് ഇസ് റെസ്പോൺസിബിൾ ഫോർ ദിസ്? മെൻഷൻ ദി റോൾ ഓഫ് ദാറ്റ് പാർട്ട്. അപ്പോൾ എന്താണ് 37ാമത്തെ ക്വസ്റ്റ്യൻ? നിങ്ങളിപ്പോൾ ഒരു ട്രാഫിക്കിലാണെന്ന് വിചാരിക്കുക. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് മൂത്രശങ്ക വന്നു. ഓക്കെ. അപ്പം ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഏത് നെർവസ് സിസ്റ്റത്തിൻ്റെ ഏത് പാർട്ടിലാണ് നിങ്ങൾക്കിത് ഇതിന് കാരണമാകുന്നതെന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഇനി ആ ഒരു പാർട്ടിൻ്റെ റോളും കൂടെ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെവിടെയാണ്? പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആണ് അല്ലേ? അപ്പോൾ ഈ ഒരു പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിലൂടെയാണ് യൂറിനേഷനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ. ഈ 38ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിത്ത് ദി ഹെൽപ്പ് ഓഫ് എ നീറ്റ് ലാബിലിറ്റി ഡയഗ്രാം എക്സ്പ്ലെയിൻ ഹൈപ്പോതോഡിയം ഇൻഫ്ലോറൻസി, ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ്. അപ്പം ഈ ഒരു PDF-ൻ്റെ ലാസ്റ്റ് എൻഡിൽ നമ്മൾ എന്താണ് ആൻസേഴ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് അവിടെ ഓൾറെഡി പിക്ചർ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് നോക്കാം. ഇതെന്താണ്? ഒരു ഫിഗ് ട്രീയിലുള്ള ഫിഗ് ഫ്രൂട്ടിൻ്റെ പിക്ചറാണിത് വരുന്നത്. അപ്പോൾ ഇതിലെന്താണ് നമ്മളോട് പറഞ്ഞ ഹൈപ്പാന്തോഡിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ എന്താണ്? ഒരു ഫ്ലഷി റിസെപ്റ്റിക്കിൾസ്, കപ്പ് ലൈക്ക് ക്യാവിറ്റി, ഇതല്ലേ ഒരു കപ്പ് ലൈക്ക് ക്യാവിറ്റി ഉണ്ടാക്കുന്നത്. ഇവിടെ ഒരു എപ്പിക്കൽ ഓപ്പണിംഗ് ഉണ്ടാവുന്നത്. അതിൽ എന്താണ് നമ്മുടെ ഇതിൻ്റെ മെയിൽ ഫ്ലവേഴ്സ് ആൻഡ് ഫീമെയിൽ ഫ്ലവറും അതിൻ്റെ ഉള്ളിലായിട്ട് ഇന്നർ ക്യാവിറ്റിയിൽ ഇൻസൈഡായിട്ട് ആ ഒരു ക്യാവിറ്റീൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾ എന്ത് എഴുതുന്നത്? ദാറ്റ് ഈസ് ഫിക്കസ് എന്നാണ് കേട്ടോ ഫ്രൂട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ഇനി ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. സ്റ്റേറ്റ് നോൺ സർജിക്കൽ മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ, മെൻഷൻ ദ നെയിം ഓഫ് ദി പ്രൊസീജിയേഴ്സ്. അപ്പോൾ എന്താണ് അത്? 39ാമത്തെ ക്വസ്റ്റ്യനിൽ സർജിക്കൽ മെത്തേഡ്, കോൺട്രാസെപ്ഷന് വേണ്ടിയിട്ടുള്ള സർജിക്കൽ മെത്തേഡാണ് ചോദിച്ചിട്ടുള്ളത്. ആ ഒരു പ്രൊസീജിയറിൻ്റെ നെയിമും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തൊക്കെയാണ് സർജിക്കൽ മെത്തേഡിലുള്ള സർജിക്കൽ മെത്തേഡല്ല, നോൺ സർജിക്കൽ മെത്തേഡാണ് കേട്ടോ. സർജിക്കൽ അല്ലാതെ വരുന്ന മെത്തേഡ്സ് ഉണ്ടാവില്ല കോൺട്രാസെപ്ഷന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഏതൊക്കെയാണ്? മെയിൽസിലാണെങ്കിൽ കോണ്ടംസ് യൂസ് ചെയ്യും. ഇതിന് ബാരിയർ മെത്തേഡ് എന്ന് നമ്മൾ പറയില്ലേ. ഫീമെയിൽസിലാണെങ്കിൽ എന്താണ്? കോൺട്രാസെപ്റ്റീവ് പിൽസ്, IUDs. അതൊക്കെ IUDs എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോർമോണൽ മെത്തേഡിന് അല്ലേ ആണ് വരുന്നത്. പിന്നെ കോപ്പർ T, ഡയഫ്രംസ് ഒക്കെ നമ്മൾ നോൺ സർജിക്കൽ മെത്തേഡിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ.
ഇനി ക്വസ്റ്റ്യൻ ഉണ്ട്, സ്റ്റേറ്റ് ദ ഫങ്ഷൻ ഓഫ് ഈച്ച് ഓഫ് ദി ഫോളോയിങ് ഓർഗൻസ് ഇൻ ഹ്യൂമൻ ബോഡി. ഏതിൻ്റെയൊക്കെയാണ് പറയേണ്ടത്? സെമിനൽ വെസിക്കിൾസ് എന്നാൽ എന്താണ്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്സ് എന്നാൽ എന്ത്, ടെസ്റ്റിസ്. അപ്പോൾ ഇതിൽ ഈ ഒരു ഫസ്റ്റ് വൺ സെമിനൽ വെസിക്കിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സ്പെം ന്യൂട്രീഷന് വേണ്ടിയിട്ടുള്ള ഫ്ലൂയിഡ് സെമിനൽ വെസിക്കിൾസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രൊഡ്യൂസ് ഫ്ലൂയിഡ് ഫോർ സ്പെം ന്യൂട്രീഷൻ. ഓക്കെ. ഇനി പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ് സെക്രീറ്റ് ദി ആൽക്കലൈൻ ഫ്ലൂയിഡ്. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എന്തിനാണ്? ഇറ്റ് സെക്രീറ്റ്സ് ദി ആൽക്കലൈൻ ഫ്ലൂയിഡ്. ഓക്കെ. ഇനി ലാസ്റ്റ് വരുന്നത് ടെസ്റ്റിസ് ആണ്. ടെസ്റ്റിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡ്യൂസ് സ്പെം ആൻഡ് ടെസ്റ്റോസ്റ്റിറോൺ. അല്ലേ? സ്പെമും ടെസ്റ്റോസ്റ്റിറോണും പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? ടെസ്റ്റിസ് ആണ്. നമ്മുടെ മെയിൻ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ് വരുന്നത്. ഓക്കെ. അപ്പം 39ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇതിൻ്റെ ഒക്കെ ആൻസർ താഴെ PDF കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് റെഫർ ചെയ്യാം നമുക്ക്. നെക്സ്റ്റ് വരുന്നത് 40ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ പോപ്പുലേഷൻ ഈസ് അബൌട്ട് ടു റീച്ച് എ സ്റ്റേജ് ഓഫ് എക്സ്പ്ലോഷൻ. സ്റ്റേറ്റ് എനി 3 റീസൺ വിച്ച് മേ ഹാവ് കോൺട്രിബ്യൂട്ടഡ് ടു സച്ച് എ സിറ്റുവേഷൻ. അപ്പോൾ എന്താണ് ഇത്? ഇന്ത്യൻ പോപ്പുലേഷൻ ഇപ്പോൾ റീസെൻറ്റ് ഇയറിൽ എന്താണ് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത് ഇന്ത്യയിലാണ് അല്ലേ, ചൈനയെ മറികടന്നിട്ട്. അപ്പോൾ ഇതിനുള്ള 3 റീസൺ എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ എത്തിച്ചേരാനുള്ള 3 റീസൺ. ക്വസ്റ്റ്യനായിട്ട് അല്ലെങ്കിൽ നമുക്ക് എഴുതാം. ഹീമോഫീലിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്സ് ലിങ്ക്ഡ് ഡിസീസാണ് ആരിൽ കാണുന്നത്? ഹ്യൂമൻ ബീങ്സിൽ കാണുന്നത്. എ കരിയർ ഫീമെയിൽ ഹാസ് മാരീഡ് എ നോർമൽ മെയിൽ. അതായത് ഈ ഒരു ഡിസീസ് ക്യാരി ചെയ്യുന്ന വിമൺ, അതായത് കരിയർ ഫീമെയിൽ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു കരിയർ ഫീമെയിൽ നോർമലായിട്ടുള്ള മെയിലിനെ മാരി ചെയ്യുന്നു. ഷോ ദി ജീനോ ടൈപ്പ് ഓഫ് ദ ബോത്ത് ദി ഇൻഡിവിജ്വൽസ്. അപ്പോൾ എന്താണ് അതിൻ്റെ ജീനോ ടൈപ്പിൽ എന്താ, ബോത്ത് ദി ഇൻഡിവിജ്വൽസിൻ്റെ ഇത് ഷോ ചെയ്യുന്നുണ്ട്. വാട്ട് വിൽ ബി ദ ഫീനോ ടൈപ്പ് ഓഫ് ദെയർ പ്രോജനി ബോത്ത് ഡോട്ടർ ആൻഡ് സൺ വിത്ത് റിഗാർഡ് ടു ദി ഡിസീസ്. അപ്പോൾ എന്താണ് ഇതിൽ പറയുന്നത്? അവർക്ക് ഉണ്ടാകുന്ന ഡോട്ടറിനായാലും സണ്ണിലായാലും അതിൻ്റെ ഫീനോടൈപ്പ് അതിൽ എന്താണ് ഈ ഒരു ഡിസീസിനെ വെച്ച് നോക്കുമ്പോൾ എന്താണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നതെന്നാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് 14th ക്വസ്റ്റ്യൻ നോക്കാം. 14th ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഇത്രയും പോപ്പുലേഷന് കാരണമാകുന്ന കാര്യങ്ങൾ. ഒന്ന് നമുക്ക് എന്ത് പറയാം? ദറ്റ് ഈസ് നമ്മുടെ ബർത്ത് കൺട്രോളിനെ കുറിച്ച് അറിവില്ലായ്മ, ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ ഓൺ ബർത്ത് കൺട്രോൾ എന്ന് നമുക്ക് വേണമെങ്കിൽ ഒന്ന് പറയാം. ഇനി സെക്കൻഡ് തിങ് നമുക്ക് എന്ത് പറയാം? അപ്പോൾ അഡ്വാൻസ്ഡ് മെഡിസിൻ ഇൻക്രീസസ് ലൈഫ് സ്പാൻ അല്ലേ, ലൈഫ് സ്പാന് ഇങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഡിസിൻസ് കൊണ്ട് തന്നെ ഇൻക്രീസ് ചെയ്യപ്പെടുന്നുണ്ട്. മൂന്നാമത്തെ റീസൺ നമുക്ക് വേണമെങ്കിൽ പറയാം പ്രിഫറൻസ് ഫോർ മെയിൽ ചിൽഡ്രൻ അല്ലേ, കൂടുതലും മെയിൽ ചിൽഡ്രൻസ് ഓഫ് ഉണ്ടാവാനാണ് താല്പര്യപ്പെടുന്നത്. അപ്പോൾ ഇത്രയും കണ്ടീഷനാണ് 14th ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിട്ട് എഴുതേണ്ടത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻസ് എന്താണ് വേണ്ടതെന്നാണ്. അപ്പം അതിന് നമുക്കിവിടെ ചെയ്യത് ദറ്റ് ഈസ് ഹീമോഫിലിയ ഇൻഹെറിറ്റൻസ് ഡയഗ്രാമാണ് ഫസ്റ്റ് നിങ്ങൾ അറിയേണ്ടത്. അപ്പോൾ കരിയർ ആയിട്ടുള്ള ഫീമെയിലിൽ XH ക്യാപിറ്റൽ Xും സ്മോൾ H ആണ് അല്ലേ ഉണ്ടാകുന്നത്. ദറ്റ് ഈസ് ഹീമോഫിലിയ ആണ് കേട്ടോ H കാണിക്കുന്നത്, ഡിനോട്ട് ചെയ്യുന്നത്. ഈ ഒരു കരിയർ ഫീമെയിൽ ആരെയാണ്? നോർമൽ മെയിലിനാണ് മാരി ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഉണ്ടാകുന്നത് എന്താണ്? X Hഉം X അല്ല, ഇത് മെയിലാണല്ലോ. അപ്പം XH Y ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അവരുടെ ഡോട്ടറിനാണെങ്കിൽ എന്താണ് 50% കരിയറും 50% നോർമലും ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇതേ കേസിൽ തന്നെയാണ് മറ്റേ സണ്ണിൻ്റെ കേസിൽ പറയുന്നതാണെങ്കിൽ 50% നോർമലും 50% ഹീമോഫിലിക് ഡിസീസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ മാത്രം എഴുതിയാൽ മതി. ജസ്റ്റ് ഒന്ന് ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എഴുതി കൊടുക്കുക. XHഉം ആരാണ്? ഇതൊരു കരിയർ വുമൻ്റെ ഇതാണ് കേട്ടോ വരുന്നത്. ഇത് മാരി ചെയ്യുന്ന മെയിലിൻ്റെത്. അപ്പോൾ അവർക്കുണ്ടാകുന്ന കുട്ടികൾക്ക് 50-50 ചാൻസാണ് അവിടെ ഉണ്ടാവുന്നത്. ഒന്നുകിൽ നോർമലായിട്ട് വളരാൻ കുട്ടി, അല്ലെങ്കിൽ ഹീമോഫീലിക്കായിട്ട് വരും. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കറക്റ്റ് ദി ഡയഗ്രാം ഓഫ് സെൻട്രൽ ഡോഗ്മ ഗിവൺ ബിലോ. അപ്പോൾ എന്താണ് ഈ ഒരു ഡയഗ്രാം? സെൻട്രൽ ഡോഗ്മൻ്റെ
ഡയഗ്രാം അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദറ്റ് ഈസ് വെർ ഇൻ എ യൂക്കാരിയോട്ട് സെൽ ട്രാൻസ്ക്രിപ്ഷൻ റെപ്ലിക്കേഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ ഒക്കേഴ്സ്. അപ്പോൾ യൂക്കാരിയോട്ടിക് സെല്ലിൽ ട്രാൻസ്ക്രിപ്ഷന് റെപ്ലിക്കേഷനും ട്രാൻസ്ലേഷനും എവിടെയാണ് ഒക്കർ ചെയ്തിരിക്കുന്നത്. അതിന് മുൻപ് എന്താണ് കറക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഈ ഒരു ഡയഗ്രാം അല്ലെങ്കിൽ സെൻട്രൽ ഡോക്യുമെൻ്റ് ഈ ഒരു ഡയഗ്രാം കറക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ശരിയായിട്ടുള്ള ഡയഗ്രാം എന്താണ്, DNA വരും, DNA പിന്നെന്താണ് mRNA ആണല്ലേ വരുന്നത്, RNA അല്ല mRNA ആണ്, ഇത് സ്മോൾ m ആണ് കേട്ടോ. mRNA ഈസ് പ്രോട്ടീൻ. ഇവിടെ ട്രാൻസ്ക്രിപ്ഷൻ, ദിസ് ട്രാൻസ്ലേഷൻ. ഓക്കെ, അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. DNA ടു RNA വരുന്നത് ട്രാൻസ്ക്രിപ്ഷന് ഇൻ ദ ന്യൂക്ലിയസ്. പിന്നെ വരുന്നത് എന്താ, ഈ ഒരു ഇവിടുന്ന് mRNA പ്രോട്ടീനിലേക്ക് പോകുന്നത് ട്രാൻസ്ലേഷൻ ആണ് അല്ലേ, ഇത് സൈറ്റോപ്ലാസം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഓർക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഓർക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഇതിൽ. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഫ്ലോ ചാർട്ട് ഓൺലി ഷോ ദി പ്രോസസ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ ടേക്സ് പ്ലേസ് ഇൻ ഹ്യൂമൻ ബീയിങ്. അപ്പം ഹ്യൂമൻ ബീയിങ്ങിൽ സെക്സ് ഡിറ്റർമിനേഷന് എങ്ങനെയാണ് നോക്കുന്നത്, എങ്ങനെയാണ്, ദാറ്റ് ഈസ് XX എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീമെയിൽ ആണല്ലേ വരുന്നത്, ഫീമെയിൽ. ആൻഡ് XY എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിലാണ് വരുന്നത്. അപ്പം ഈ ഒരു ഇതിനെക്കുറിച്ച് അറിയില്ലേ, ഇവർ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന ചിൽഡ്രൻസ് കാര്യങ്ങൾ. അപ്പം ഫാദറിൻ്റെ അത് വെച്ചിട്ടാണ് എന്താണ് ഇത് മെയിലാണ്, കുട്ടി മെയിലാണോ ഫീമെയിലാണോ എന്ന് എന്താണ് ജസ്റ്റിഫൈ ചെയ്യുന്നത് അല്ലേ. ഫാദർ ഡിറ്റർമൈൻസ് ദി സെക്സ് ഓഫ് ദി ചൈൽഡ്. അപ്പം അതും എഴുതാം. ഇനി 42ാമത്തെ ക്വസ്റ്റ്യനും 43ാമത്തെ ക്വസ്റ്റ്യനും കാൽവിൻസ്. അപ്പോൾ 42ാമത്തെ ക്വസ്റ്റ്യന് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം ഓൺലി എക്സ്പ്ലെയിൻ ദി കാൽവിൻ സൈക്കിൾ. കാൽവിൻ സൈക്കിളിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. പിന്നെന്താണ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ഇൻ ഫോട്ടോസിന്തസിസ് ദർ ആർ 2 റിയാക്ഷൻ, ലൈറ്റ് ആൻഡ് ഡാർക്ക് റിയാക്ഷൻ, വൈ ആർ ദേ സോ കോൾഡ്, എക്സ്പ്ലെയിൻ. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നുണ്ട്. വാട്ട് ആർ ദ പ്രൊഡക്ട്സ് ഒബ്റ്റെയിൻഡ് ഇൻ ഈച്ച് റിയാക്ഷൻ, വാട്ട് ആർ P60 ആൻഡ് P700. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ തന്നെ അത് കാൽവിൻ സൈക്കിളിനെ ഡയഗ്രാം വരച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ 43ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഡ്രോ എ നീറ്റ് ലാബിൾഡ് ഡയഗ്രാം ഓഫ് എ വിയേഴ്സ് ഓഫ് എ മോണോകോട്ട് ലീഫ് ആൻഡ് ലാബിൾ ദി ഫോളോയിങ് പാർട്സ്. അപ്പോൾ മോണോകോട്ട് ലീഫ് വരയ്ക്കാം. ആൻഡ് അതിൽ ഫ്ലോയം, സൈലം, ബണ്ടിൽ ഷീത്ത്, ബുള്ളിഫോം സെൽസ്, മീസോഫിൽ ടിഷ്യൂ, വാസ്കുലർ ബണ്ടിൽ, അതൊക്കെ അടയാളപ്പെടുത്താനുണ്ട്. അപ്പം ആൻസർ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ ഇതിൽ. അതല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ വരുന്നത്, ഫോളോയിങ് ഈസ് ദി ലിസ്റ്റ് ഓഫ് ഹോർമോൺസ് പ്രൊഡ്യൂസ്ഡ് ഇൻ അവർ ബോഡി, റൈറ്റ് ദർ എക്സ്പാൻഡ് ഫോംസ് ആൻഡ് റൈറ്റ് ദ നെയിംസ് ഓഫ് ദി എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ദാറ്റ് പ്രൊഡ്യൂസ് ദം. അപ്പോൾ എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്, അതായത് എക്സ്പാൻഡ് ചെയ്യാണ് കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഹോർമോൺസ് കൊടുത്തിട്ടുണ്ട്, എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പം അതിൻ്റെ എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള ഫോം നിങ്ങളോട് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം അതും ചെയ്യേണ്ടതാണ്. അപ്പം നമുക്ക് നോക്കാം ഈ ഒരു കാര്യങ്ങൾ. ഇവിടെ നമുക്ക് 43ാമത്തെ 42ാമത്തെയും കുറച്ച് ഡയഗ്രാം ലാബിൾ ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ എടുക്കാത്തത്. ഇതിൽ തന്നെ ആൻസേഴ്സ് താഴെ PDF കൊടുത്തിട്ടുണ്ട് കേട്ടോ, അത് വെച്ചിട്ട് ചെയ്യാം. ഇനിയിപ്പോൾ ഇത് പെട്ടെന്ന് പറയാൻ പറ്റുന്നതാണ്. നമുക്ക് എന്താണ് STH, TCH എന്താണ്, FSH എന്താണ്, LH എന്ത്, ADH എന്താണ്, അപ്പോൾ ഓരോന്നും നമുക്ക് നോക്കാം. അപ്പോൾ STH എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഫുൾ ഫോം വരുന്നത് സൊമാറ്റോട്രോപിക് ഹോർമോൺ എന്നാണ് കേട്ടോ. സൊമാറ്റോട്രോപിക് ഹോർമോണാണ്, അല്ലെങ്കിൽ ഇതിനെ ഗ്രോത്ത് ഹോർമോൺ എന്ന് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് ഗ്രോത്ത് ഹോർമോൺ വരുമ്പോൾ GH. ഓക്കെ, അപ്പോൾ ഇതെന്തിൻ്റെ ഫങ്ഷൻ എന്താണ്, ഇതിൻ്റെ ഫങ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്,
സെൽ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടും അതിൻ്റെ റീജനറേഷന് വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. ഇത് വരുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ്, ആൻറ്റീരിയർ ലോബിലാണ് കേട്ടോ ഇതുണ്ടാകുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് TSH ആണ്. TSH എന്ന് വെച്ച് കഴിഞ്ഞാൽ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണാണ് കേട്ടോ. ഹോർമോണാണ് TSH എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫങ്ഷൻ എന്താണ്? തൈറോയ്ഡ് ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട് ടു പ്രൊഡ്യൂസ് ദി തൈറോക്സിൻ T4 ആൻഡ് തൈറോണിൻ എന്ന് പറഞ്ഞിട്ടുള്ള ട്രൈഡോ തൈറോണിൻ T3 എന്ന് പറഞ്ഞാൽ T4ഉം T3യും അല്ലേ, അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, തൈറോയ്ഡ് ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇതും പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലെ ആൻറ്റീരിയർ ലോബിലാണ് കേട്ടോ വരുന്നത്. ഇനി നെക്സ്റ്റ് എന്താ വരുന്നത്? നെക്സ്റ്റ് വരുന്നത് FSH ആണ്. FSH എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ തന്നെയാണ് അല്ലേ. SH എന്ന് കേട്ടാൽ ഉറപ്പിക്കുക സ്റ്റിമുലേറ്റിംഗ് ഹോർമോണാണ്. അപ്പോൾ F എന്തിനാണ് സ്റ്റാൻഡ് ചെയ്യുന്നത്? F സ്റ്റാൻഡ് ഫോർ ദി ഫോളിക്കിൾ. മനസ്സിലായോ? ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണാണ് FSH എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഒവേറിയൻ ഫോളിക്കിൾസിനെ അതിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ് FSH കേട്ടോ. ഇൻ ഫീമെയിൽ റീപ്രൊഡക്റ്റീവിലാണല്ലോ ഫോളിക്കിൾസ്, ഒവേറിയൻ ഫോളിക്കിൾസ് വരുന്നത്. ആൻഡ് ഓൾസോ സ്പെർമാറ്റോജെനിസിസ് ഇൻ മെയിൽസ്, അതിനും ഈ ഒരു FSH സഹായിക്കുന്നുണ്ട്. ഇതും പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലെ ആൻറ്റീരിയർ ലോബിലാണ് കേട്ടോ വരുന്നത്. D വരുന്നത് LH ആണ്. LH എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂറ്റിനൈസിങ് ഹോർമോൺ. ദാറ്റ് സ്പെല്ലിംഗ് വരുന്നത് LUTEINICIN, ലൂറ്റിനൈസിങ് ഹോർമോണാണ്. ഓവുലേഷനെ ട്രിഗർ ചെയ്യുന്നത് ഈ ഒരു ഹോർമോണാണ് ഇൻ ഫീമെയിൽസ്. ഇനി ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡക്ഷന് മെയിൽസിലും ഈ ഒരു ലൂറ്റിനൈസിങ് ഹോർമോണാണ് കേട്ടോ. ഇതിൻ്റെ ഫങ്ഷൻ വരുന്നത് ഇതും പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആൻറ്റീരിയർ ലോബിലാണ് കാണപ്പെടുന്നത്. ആൻഡ് ADH എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആൻറ്റി ഡൈയൂററ്റിക് ഹോർമോണാണ് അല്ലേ. ആൻറ്റി ഡൈയൂററ്റിക് ഹോർമോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാസോപ്രസിൻ എന്ന് നമ്മൾ ADHനെ പറയും. ഇതെന്തിനാണ്? ബോഡിയിൽ ശരിയായ അളവിൽ വാട്ടർ ബാലൻസ് റെഗുലേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഹോർമോണാണ് ബൈ റെഡ്യൂസിങ് യൂറിൻ ഔട്ട്പുട്ട് അല്ലേ. യൂറിൻ ഔട്ട്പുട്ട് റെഡ്യൂസ് ചെയ്തുകൊണ്ട് വാട്ടർ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ADH അഥവാ വാസോപ്രസിൻ, അതും അല്ലെങ്കിൽ ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺസ് ആണ്. അപ്പോൾ ഇത് എവിടെയാണ്? ADH മാത്രമാണ് ഇപ്പോൾ വേറെ ആയിട്ട് കാണുന്നത്. ബാക്കിയൊക്കെ പിറ്റ്യൂട്ടറിയിലെ ആൻറ്റീരിയർ ലോബിലാണ്. ADH വരുന്നത് ഹൈപ്പോതലാമസിലാണ് കേട്ടോ. അപ്പോൾ ഇതെവിടെയാണ്? സ്റ്റോർ ആൻഡ് റിലീസ്ഡ് ബൈ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് വരുന്നത്. ആൻസർ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സാമ്പിൾ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നതെന്ന് നിങ്ങൾ കണ്ടോ. ഇനി ബയോളജി ഈ ഒരു റിവിഷൻ സെക്ഷനിൽ ഓരോ ടോപ്പിക്സ് എന്തൊക്കെയാണ് നിങ്ങൾ പഠിച്ചു പോകേണ്ടത് എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് ഓരോന്നും നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ഒന്ന് നെർവസ് സിസ്റ്റം എന്ന് മസ്റ്റായിട്ട് നോക്കി പോകണം കേട്ടോ. അതിൻ്റെ ഫ്ലോ ചാർട്ട് കാര്യങ്ങളൊക്കെ. ഇവിടെ സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം നമ്മൾ ആ ഒരു സാമ്പിൾ ക്വസ്റ്റ്യനിൽ തന്നെ കണ്ടതാണ്. അതേപോലെ A-B ഇതിൽ പാർട്ട് വിട്ട് വെക്കും, അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളോട് പറയും. പിന്നെന്താണ്? നെർവ് സെൽസിനെ തന്നെയാണ് പറയുന്നത്. ആൻഡ് അഡ്വാൻറ്റേജ് ഓഫ് മൈലിൻ ഷീത്തിനെ കുറിച്ചിട്ട് പറയാം. സക്സസീവ് ന്യൂറോൺസ് അല്ലേ, ഇതൊക്കെ ന്യൂറോണിൻ്റെ നെർവസ് സിസ്റ്റത്തിൽ വരുന്ന പാർട്ടാണ്. അസോസിയേഷൻ ഓഫ് 2 സക്സസീവ് ന്യൂറോൺസ്, അതെന്താണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ സെറിബെല്ലത്തിനെ കുറിച്ചിട്ട് പറയണം, എന്താണ് സെറിബെല്ലം എന്ന്. അല്ലെങ്കിൽ ഇവിടെ സെറിബെല്ലത്തിൻ്റെ മെഡുല്ല ഒബ്ലാങ്കറ്റ ഹൈപ്പോതലാമസിൽ എന്താണ് വരുന്നത്, അതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും അതിൻ്റെ ഫങ്ഷൻസ് തരും. എന്നിട്ട് ഡിഫൈൻ ചെയ്യുന്ന 1 മാർക്കിന് ഇതെന്താണ്, ഇത് ഏത് പാർട്ടാണെന്നുള്ളത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും. അപ്പം നമുക്ക് അതിനെക്കുറിച്ച് മുഖ്യമായിട്ടുള്ള ധാരണ വേണം. എന്താണ് സെറിബെല്ലം, മെഡുല്ല ഒബ്ലാങ്കറ്റ എന്താണ്, ഹൈപ്പോതലാമസ് എന്താണെന്നൊക്കെ. പിന്നെ മെയിനായിട്ട് പഠിക്കേണ്ടത് ഒരു ഫ്ലോ ചാർട്ടിൻ്റെ സഹായത്താൽ ക്രോമസോമൽ ബേസിസ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷന് നോക്കേണ്ടതായിട്ടുണ്ട്. ഫ്ലോ ചാർട്ട് മസ്റ്റാണ് കേട്ടോ ഈ ഒരു സെക്സ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ബ്ലഡിനെ കുറിച്ചിട്ട്, ബ്ലഡിൽ എന്താണ് RBC എന്താണ്, WBC, പ്ലേറ്റ്ലെറ്റ്സിനെ കുറിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. പിന്നെ ബ്ലഡ് ഗ്രൂപ്പ് മാച്ചിങ് അല്ലേ, A ഡോണർ ടൈപ്പ് ഉണ്ട്, AB O പോസിറ്റീവ്, AB പോസിറ്റീവ്, അങ്ങനെ
ബ്ലഡ് ഗ്രൂപ്പ്സ് ഉണ്ട്, അതിൻ്റെ മാച്ചിങ് നോക്കണം. യൂണിവേഴ്സൽ ഡോണറാണ് ആരാണ്, റിസപ്റ്റേഴ്സ് ആരാണ്, അത് കാര്യങ്ങളൊക്കെ നോക്കി വെക്കണം. ഇനി ലിംഫ് എന്താണ്, ബ്ലഡ്, അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. പിന്നെന്താണ് നോക്കേണ്ടത്, ഫീമെയിൽ ആൻഡ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ചിട്ട് നന്നായിട്ട് അറിഞ്ഞിരിക്കണം, എന്തായാലും അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട്. ചിലപ്പോൾ അത് നമുക്ക് ലാബിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാം. ഓക്കെ, അതിൽ എന്താണ് സർജിക്കൽ മെത്തേഡ്, എന്താണ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് ഓഫ് ദി ബർത്ത് കൺട്രോൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആ ഒരു സാമ്പിൾ ക്വസ്റ്റ്യനിൽ 2-3 പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഇവിടെ എഫക്റ്റീവാണ്, മനസ്സിലായോ? അപ്പോൾ അതിൽ നോക്കേണ്ടത് എന്താണ്, മെയിനായിട്ട് ഫീമെയിൽ ആൻഡ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിൽ സർജിക്കൽ മെത്തേഡ് എന്താണ്, വാസക്ടോമി, ട്യൂബക്ടോമി ഒക്കെ ഞാൻ അന്ന് എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, അതെല്ലാം സർജിക്കൽ മെത്തേഡാണ്. ഇനി കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോണ്ടംസ് യൂസ് ചെയ്യുന്നത്, പിന്നാണ് പ്രിവെൻറ്റീവ് പിൽസ് യൂസ് ചെയ്യുന്നുണ്ട്, ഡയഫ്രംസ്, IUD അല്ലേ, കോപ്പർ ടീ ഒക്കെ പറഞ്ഞിട്ടുള്ളത്, ബർത്ത് കൺട്രോൾ പിൽസ് ഒക്കെ യൂസ് ചെയ്യുന്നൊക്കെ ഇതിൽ പറയണം. പിന്നെ ഇമ്മ്യൂണിറ്റീൻ്റെ സെഷനിൽ പാസീവ് ആൻഡ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്താണെന്ന് നോക്കണം. പിന്നെ കിഡ്നി ഫങ്ഷനെ കുറിച്ചിട്ട്, അതിൻ്റെ ഓൾ അബൌട്ട് തിങ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഇനി എന്താണ്, കോക്രോച്ചിൻ്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരിക്കണം കേട്ടോ. പിന്നെ വരുന്നത് ഹാർട്ടിൻ്റെ അനാട്ടമി അല്ലേ, ഹാർട്ടിൽ 4 അറകളുണ്ട്, പിന്നെ അതിൽ നിന്ന് വരുന്ന രക്തക്കുഴലുകൾ കാര്യങ്ങൾ, കൂടാതെ എന്താണ് അതിൻ്റെ സൗണ്ട് ഓൾസോ ഇൻക്ലൂഡ് ഹേർട്ട് സൗണ്ട്, ടപ്പ് ടപ്പ് എന്നുള്ള രീതിയിലായിരിക്കും. പിന്നെ അതിൻ്റെ നോട്ട്സ് അല്ലേ, എസ്സേ നോഡ്, നോട്ട്സിൻ്റെ കാര്യങ്ങൾ, പിന്നെ വോൾവ്സ് ഉണ്ടാവുമല്ലോ, ട്രൈകസ്പിഡ് വോൾവ്, ബൈകസ്പിഡ് വോൾവ്, അത്രയും കാര്യങ്ങൾ. അപ്പോൾ ഹാർട്ട് അനാട്ടമി പഠിക്കുമ്പോഴൊക്കെ തന്നെ ഇതൊക്കെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾ ചിലപ്പോൾ ഇതൊക്കെ വിട്ടു പോവാം അല്ലേ, എസ്സേനോട് എന്താണ്, ഹെർട്ട് സൗണ്ട്സ്, അത് വന്നിരുന്നാൽ പോലും അതൊക്കെ ഒന്ന് കെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ DNA എന്താണ്, RNA അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നോക്കണം. പിന്നെ എന്താണ് എൻഡോക്രൈൻ ഗ്ലാൻസ് ആൻഡ് ഇറ്റ്സ് ഫങ്ഷനിങ്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ എൻഡോക്രൈൻ ഗ്ലാൻസ് വരുന്ന പിറ്റ്യൂട്ടറിനെ കുറിച്ചൊക്കെ ലാസ്റ്റ് ഹോർമോൺസ് പറഞ്ഞിട്ടുണ്ടല്ലേ. പിന്നെ ഹൈപ്പോതലാമസ് വരുന്നത്, ADHൽ വരുന്ന ബാക്കിയുള്ള FSH, TSH കാര്യങ്ങളൊക്കെ ഏതാണ്, എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ടുള്ള പിറ്റ്യൂട്ടറിയിൽ ആൻറ്റീരിയർ ലോബിൽ വരുന്നതാണ്. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി ബാക്കിയുള്ള നെക്സ്റ്റ് എന്താണോ റിമൈനിങ്ങുള്ള കാര്യങ്ങൾ കൂടെ ഒന്ന് നോക്കി വെക്കാം. പിന്നെ റിഫ്ലക്സ് ആക്ഷൻസ്, അതിൽ സിമ്പിൾ ആൻഡ് കണ്ടീഷൻഡ് റിഫ്ലക്സ് ആക്ഷനെ കുറിച്ചിട്ട് നോക്കി വെക്കണം കേട്ടോ. കൂടാതെ എന്താണ് കാൽവിൻ സൈക്കിൾ എന്താണെന്ന് നോക്കണം. കാൽവിൻ സൈക്കിൾ നേരത്തെ പറഞ്ഞതിലുണ്ട്, അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കാം, മസ്റ്റാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് കാൽവിൻ സൈക്കിൾ വരുന്നത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ തീർച്ചയായിട്ടും ചോദിക്കും. പിന്നെ ഫോട്ടോസിന്തസിൻ്റെ ഒരു കെമിക്കൽ ഇക്വേഷൻ ഉണ്ട്, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അയച്ചിരിക്കുന്ന PDF കാണും. അല്ലെങ്കിൽ ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക, ടീച്ചേഴ്സ് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഇതെന്താണ്, ഫോട്ടോസിന്തസിൽ ലൈറ്റ് ആൻഡ് ഡാർക്ക് റിയാക്ഷൻസിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഫോട്ടോ റെസ്പിറേഷൻ എന്താണെന്ന് അറിയണം, എയറോബിക് ആൻഡ് അനറോബിക് കണ്ടീഷൻസ്. Why molybdenum is considered as micronutrients of plants? What is its role in plants? molybdenum എന്താണെന്ന് നോക്കണം. പിന്നെന്താ ഹൈഡ്രോട്രോപ്പിസം ആൻഡ് ഫോട്ടോട്രോപ്പിസം വിത്ത് എക്സാമ്പിൾ. എന്താണ് ഹൈഡ്രോട്രോപ്പിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ഫോട്ടോട്രോപ്പിസം, അതിൻ്റെ എക്സാമ്പിൾസും കാര്യങ്ങളും പഠിക്കാം. പിന്നെ ഡിഫ്യൂഷൻ ആൻഡ് ഓസ്മോസിസ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമുക്ക് വരുന്നത്. ഈ നെക്സ്റ്റ് സെക്ഷനിൽ വരുന്നത് ആൻജിയോസ്പേം, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. പിന്നെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് എന്താണ് അഡാപ്റ്റേഷൻ ഫൗണ്ട് ഇൻ പ്ലാന്റ്സ്. ഇതൊരു ബോട്ടണി സെഷനാണ്, പ്ലാന്റ്സിനെ കുറിച്ചുള്ള സെഷൻ അതുവരെ. കഴിഞ്ഞത് കുറച്ച് മുൻപേ ഉണ്ടായിരുന്നത് എന്താണ്, നമ്മളെ ഹ്യൂമൻസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളല്ലേ, അവരുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ആ കാര്യങ്ങളൊക്കെയാണ് മുകളിൽ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ പ്ലാന്റ്സിലേക്ക് കിടക്കുകയാണ്. ഡ്രോ ആൻഡ് ലാബിൾഡ് ഡയഗ്രാം ഓഫ് ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം ആൻജിയോസ്പേം ഫ്ലവറിൽ. ആൻജിയോസ്പേം ഫ്ലവറിലുണ്ടാകുന്ന ആൻഡ്രീഷ്യത്തിന് ഗൈനീഷ്യത്തിന് അല്ലേ, മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് ആൻഡ്രീഷ്യം, ആൻഡ് ഗൈനീഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. അതിനെക്കുറിച്ചിട്ടൊക്കെ അതിൻ്റെ ലാബിൾഡ് ഡയഗ്രാം ആയിരിക്കും കേട്ടോ ചോദ്യത്തിൽ മസ്റ്റായിട്ടും. അപ്പോൾ അതിനെക്കുറിച്ച് അറിയണം. പിന്നെ നമ്മുടെ ഫുഡ് ചെയിനെ കുറിച്ച്, ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഓഫ് ഫുഡ് ചെയിൻ. നമ്മൾ എക്സാമ്പിൾ പ്രീവിയസ് ആ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞപ്പോൾ എന്താണ് ഒരു എക്സാമ്പിൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഗ്രാസ്, ഒരു ഫസ്റ്റ് പ്രൊഡ്യൂസും 3 കൺസ്യൂമേഴ്സും വരുന്നത്, ഗ്രാസ് ഹോപ്പർ, പിന്നെന്താണ് നമ്മുടെ ഫ്രോഗ്, സ്നേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള 4th ട്രോപ്പിക്കൽ ലെവലിൽ വരുന്നത് സ്നേക്ക് ആയിരിക്കും, അത് ഓർമ്മയില്ലേ. അപ്പോൾ ആ ഒരു ഫുഡ് ചെയിനാണ്
അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് വേറൊരു ഫുഡ് ചെയിനിൻ്റെ എക്സാമ്പിളും കണ്ടെത്തി വെക്കണം കേട്ടോ. അതിപ്പം ഗ്രാസ് ഹോപ്പർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഏതെങ്കിലും, അല്ലെങ്കിൽ ഗ്രാസ് തിന്നത് ഇനിയിപ്പം എന്താണ് റാബിറ്റ് ആക്കാം, അല്ലെങ്കിൽ ഡിയർ ആക്കാം നമുക്ക്. അങ്ങനെ വലിയൊരു ഫുഡ് ചെയിനിലേക്കും നമുക്ക് കൊണ്ടുപോകാം. അവസാനമായിട്ടുള്ള ടെംപ്ലേറ്റ് ആണ് ഇത് വരുന്നത്. എക്സ്പ്ലെയിൻ സ്റ്റാമൻസ് ഇൻ പീ ഫ്ലവർ. പീ ഫ്ലവറിലുള്ള സ്റ്റാമൻസിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. സ്പോറോഫൈറ്റിനെ കുറിച്ചിട്ട്. മോസ് പ്ലാന്റ് മെരിസ്റ്റമിക് സെൽസ് എന്താണ്, അതിൻ്റെ 2 ലൊക്കേഷൻസ് എവിടെയൊക്കെയാണ് അത് പ്രസൻ്റ് ആവുന്നതെന്ന്. ആൻഡ് കോംപ്ലക്സ് ടിഷ്യൂസ്, പ്ലാന്റ്സിൽ കാണുന്ന കോംപ്ലക്സ് ടിഷ്യൂവിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഫങ്ഷൻസും കൂടെ പറയാം. പിന്നെന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്ലാന്റ് ടിഷ്യൂ, പാരൻകൈമിനെ സൈലനെ കുറിച്ചിട്ട് പറയണം കേട്ടോ വേണ്ടത്. ഇത്രയും കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു 50% മോർ മാർക്ക് വാങ്ങാനുള്ള കാര്യങ്ങൾ ഇതിൽ പഠിച്ചിട്ടോ. അത് ഇനിയിപ്പം നമ്മൾ എന്തൊക്കെയാണ് കണ്ടത്, ബയോളജി റിവിഷനിൽ കുറച്ചധികം തന്നെ പോയിൻറ്റ്സ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോയിൻറ്റ്സ് ഒക്കെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസേഴ്സ് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. നിങ്ങൾ തന്നെ എഴുതി പഠിക്കേണ്ടതായിട്ടാണ്. ഫൈനൽ പ്രിപ്പറേഷൻസ് ആണ്. അപ്പോൾ എന്താണ് സാമ്പിൾ ക്വസ്റ്റ്യൻസ് നമ്മൾ തന്നിട്ടുണ്ട്, കുറച്ച് മുൻപേ കണ്ടില്ലേ എന്താണ് സാമ്പിൾ ക്വസ്റ്റ്യൻസിൽ വരുന്നത്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ എങ്ങനെയാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ഒബ്ജക്റ്റീവ് ടൈപ്പിൽ എങ്ങനെയാണ്, സബ്ജക്റ്റീവ് ടൈപ്പിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ബയോളജി റിവിഷൻ്റെ ഈ ഒരു പോയിൻറ്റ്സ് പഠിച്ചാൽ തന്നെ 50% മോർ മാർക്ക് നിങ്ങൾക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്ലാസ്. വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.